നെന്മാറ ഇരട്ടക്കൊല കേസ് പ്രതി ചെന്താമരയ്ക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. നമ്മൾ വീണ്ടും ആ വാർത്തയിലേക്ക് തന്നെ പോവുകയാണ്. സൂരജ് സജ്ജി ചെയ്യുന്നു. സൂരജ്, രാത്രി വൈകിയും പോലീസിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ നെല്ലിയാമ്പതി വനമേഖലയ്ക്ക് കേന്ദ്രീകരിച്ച് ഉള്ള വെട്ടത്തിലുള്ള വെളിച്ചത്തിൽ ആ നരാധമന തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും സൂചന, ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ റഡാറിനുള്ളിൽ ചെന്താമര പെട്ടു എന്ന് എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? സുഹേൽ ഒരു സുപ്രധാന വിവരം വരുന്നത്, അതായത് പ്രദേശവാസിയായിട്ടുള്ള ഒരു ധനേഷ് എന്ന് പറയുന്ന ആൾ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ കണ്ടു എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഒരാളെ ഇവർ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പരിശോധന ഈ മേഖലയിലാകെ നടത്തുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. അതായത് ഇത് ഒരു മലയോര മേഖലയാണ്. ഈ മലയോര മേഖല, അതായത് പാടത്തോട് ചേർന്ന ഒരു വലിയ മലയോര മേഖലയാണ്. ആ മേഖല ഒന്നാകെ നാട്ടുകാർ തെരച്ചിൽ നടത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നമ്മളും ഇപ്പോൾ ആ നാട്ടുകാരുടെ സംഘത്തിനൊപ്പമാണുള്ളത്. അവർ പറയുന്നത് ഇവിടെ ഒരു പണി തീരാത്ത വീടുണ്ട്. ആ പണി തീരാത്ത വീടിന് തൊട്ടടുത്ത്, അതായത് വീടിന് പുറകിൽ ഒരാൾ അപരിചിതനായ ഒരാൾ, അതായത് ഈ പ്രതിയെന്ന് സംശയിക്കുന്നതിന് സമാനമായ ഒരാൾ നിന്നിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ ഇവരുടെ ഒരു സംശയം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വ്യാപകമായ തിരച്ചിൽ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ മാത്രമല്ല, അതിന് എതിർദിശത്തേക്ക് ക്യാമറമാൻ ബിനേഷ് ബാബുരാജ് മുകളിലേക്കൊന്ന് പാൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഒരു മേഖലയാകെ ഒന്നടങ്കം നാട്ടുകാർ ഇറങ്ങി തിരച്ചിൽ നടത്തുകയാണ്. അതായത് ഇവർക്ക് ചില സംശയങ്ങൾ ലഭിച്ചു. അതായത് കഴിഞ്ഞ തവണയും ഈ പ്രതി അതായത് സുജാത എന്ന് പറയുന്ന ഈ വീട്ടമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം, ഇന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം അന്നും ഈ തറവാട്ട് വീട്ടിലെത്തിയിരുന്നു. തറവാട്ട് വീട്ടിലെത്തി രാത്രി ഭക്ഷണം കഴിച്ച് പിന്നീട് ഈ മലയിലേക്ക് മടങ്ങുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഇവരുടെ വീടിന് സമീപത്ത്, അതായത് ഈ തറവാട് വീടിനോട് സമീപത്ത് ഒരു പണി തീരാത്ത വീടുണ്ട്. അവിടെ ഈ വീടിന് പുറകിൽ പ്രതിക്ക് സമാനമായ രീതിയിലുള്ള ഒരാൾ, പ്രതിയുടേതെന്ന് കരുതുന്ന അല്ലെങ്കിൽ പ്രതിയുടെ അതേ രൂപ സാദൃശ്യമുള്ള ഒരാൾ ഈ വീടിന് പുറകിൽ നിന്നു എന്നൊരു സംശയമാണ് ഇപ്പോൾ ഈ പ്രദേശവാസിയായ ധനേഷ് എന്ന ഒരു നാട്ടുകാരന് തോന്നിയത്. പിന്നീട് ഇവർ വ്യാപകമായി ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുകയാണ്. ഇപ്പോൾ ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന തിരച്ചിലിന്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലൊക്കെ വലിയ ആൾക്കൂട്ടം. എന്താ ചേട്ടാ, എന്താ നിങ്ങളിങ്ങനെ ഒരു തെരച്ചിലിന് ഇറങ്ങാൻ കാരണം എന്താ? ഞങ്ങൾക്ക് സത്യം പറഞ്ഞ പ്രതിനെ കണ്ടു എന്ന് പറഞ്ഞു. 2-3 പേര് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രതി ഇത് കൂടെ ഇറങ്ങി പോയിട്ടുണ്ട്, ഈ കാട്ടുകൂടെ ഇറങ്ങി പോയിട്ടുണ്ട്. കണ്ടവർ 3 പേര് കണ്ടിട്ടുണ്ട്. 3 പേര്, ധനേഷ് മാത്രമല്ല 3 പേര്. ധനേഷും കണ്ടിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ 3 പേരും കണ്ടിട്ടുണ്ട്. ഒരു വീടിന്റെ പുറകിലായിരുന്നു അല്ലെ പണി തീരാത്ത വീടിന്റെ പുറകിലായിരുന്നു. അതായത് സുഹേൽ, ഇത് നമുക്കൊരു സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരമല്ല. എന്നാൽ പോലും ഇവർ പറയുന്നത് ഒരു പണി തീരാത്ത വീടിന് പുറകിൽ അസ്വാഭാവികമായ നിലയിൽ ഒരാളെ കണ്ടു, അത് പ്രതിയെന്ന് സംശയിക്കുന്ന ആളാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ. അത് തിരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്ന ആളുകളല്ല, ഒരു 100-ലധികം ആളുകൾ പകക്കെടാതെ സൂക്ഷിക്കുന്ന ചെന്താമരയ്ക്കായുള്ള തിരച്ചിൽ അവിടെ തുടരുകയാണ്. നാട്ടുകാരോടൊപ്പം 24 സംഘവുമുണ്ട്. അവിടെ പണിതീരാത്തൊരു വീടിനടുത്ത് പ്രതിയെ കണ്ടതായ ചില സൂചനകൾ, അനൗദ്യോഗികമായ സൂചനകൾ വരുന്നു. നേരത്തെ സൂരജ് അടക്കം റിപ്പോർട്ട് ചെയ്തതുപോലെ മനുഷ്യരെ കൊല്ലാൻ മടിയില്ലാത്ത ചെന്താമരയ്ക്ക് പക്ഷെ വിശപ്പ് സഹിക്കാനാകില്ല. വിശപ്പ് കെട്ടതോടെ, വിശപ്പിന്റെ വിളി വന്നതോടെ വനാതിർത്തി, വനത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് മെല്ലെ വിട്ട് നാട്ടിലേക്ക് വന്നതാണോ എന്നടക്കമുള്ള സംശയങ്ങൾ വെളിപ്പെടുന്നു.